നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 തകൃതിയായിട്ട് ലൈവിൽ നടക്കുകയാണ്. ഇന്ന് അവർ ആദ്യത്തെ ദിവസമാണ്. ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുന്നതൊക്കെ നടന്നു കഴിഞ്ഞു. ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനീഷിനെയാണ്. അനീഷിൻ്റെ ഗെയിം, അനീഷിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ സീസൺ 4-ലും 3-ലും 2-ലും ഒക്കെ രതീഷും റോബിനും അവരൊക്കെ എടുത്ത അതേ സെയിം സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. അതായത് വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് അവരെല്ലാവരും ഒരു കോർണർ ചെയ്ത് അങ്ങനെ കളിച്ച് വരികയാണ്. പക്ഷേ ആള് സ്ലോയിലാണ് ഗെയിം മുന്നോട്ട് കൊണ്ട് പോകുന്നത്. എടുത്തു ചാടിയൊന്നും ചെയ്യുന്നില്ലെങ്കിലും നിരീക്ഷിച്ച് വളരെ സ്ലോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളിയുടെ ഗെയിം. പുള്ളി ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു പ്ലെയറാണ്. ഇപ്പം തന്നെ ആൾറെഡി എല്ലാവരും കോർണർ ചെയ്ത് കഴിഞ്ഞു. അനീഷ് തന്നെ ഇട്ട ഒരു ചൂണ്ടയിൽ ഹൗസ്മേറ്റ്സ് എല്ലാവരും വീണ് കഴിഞ്ഞു. ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഇതുണ്ടായിരുന്നു. അതായത് ഒരു മുഖത്ത് ഏറ്റവും അർഹനല്ല എന്ന് തോന്നുന്ന ഒരാളെ മുഖത്ത് ഫോം തേക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ ബിഗ് ബോസ് വളരെ തന്ത്രപൂർവ്വം കളിച്ചത് എല്ലാവരും വെറുക്കുന്ന ഒരാളെ ആ വീട്ടിലെ ക്യാപ്റ്റനായ ഉറപ്പായിട്ടും അവിടെ അടി പൊട്ടുമെന്ന് ബിഗ് ബോസിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ലാസ്റ്റ് എല്ലാവരും ക്യാപ്റ്റൻ അല്ല അർഹനല്ലാതെ തിരഞ്ഞെടുത്തത് അനീഷിനെയാണ്. അവസാനം ബിഗ് ബോസ് ഇടപെട്ട് ആ പുള്ളി തന്നെ അവസാനം ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് രേണു സുധിയുമായിട്ട് ഒരു അടിപ്പം ലൈവിൽ നടന്നു. രേണു സുധിക്ക് തലവേദന അഭിനയിക്കുകയാണെന്നും പറഞ്ഞ് കിടന്ന് അങ്ങനെ ഷാനവാസും രേണു സുധിയൊക്കെ തമ്മിൽ അടിയുണ്ടായിട്ടിരിക്കുകയാണ്. എങ്കിലും ബിഗ് ബോസ് ആദ്യത്തെ ദിവസം തന്നെ പയ്യെ ട്രാക്കിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വന്നവരെല്ലാവരും അത്യാവശ്യം കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് എന്നുള്ളത് അടുത്ത ലൈവ് അപ്ഡേറ്റ്സിൽ ഞാൻ വരാം. എന്തായിരുന്നാലും ഇതുവരെയുള്ള ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് അനീഷ്, അതുപോലെ ഷാനവാസ്, അപ്പാനി, ശരത്ത് ഇവരൊക്കെ നല്ലോണം കളിക്കുന്നുണ്ട്. ഗേൾസ് കുറച്ചുകൂടി ആക്റ്റീവ് ആവാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. ബൈ.